ഈ ക്വാർട്ടറിൽ ഇന്ത്യൻ കമ്പനികൾ 3 വർഷത്തെ ഏറ്റവും നല്ല റിസൾട്ട്സ് ആണ് കൊണ്ടുവന്നത്. എന്നിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഷെയർ വിൽക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ ആഴ്ച മാർക്കറ്റ് എത്ര കയറി, എത്ര വീണു എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ എല്ലായിടത്തും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എവിടെ വേണേലും ചെക്ക് ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആ 3 കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, അമേരിക്കയുടെ ഗവൺമെൻറ് ബോണ്ട് എത്ര ഇൻട്രസ്റ്റ് തരുന്നു, അതെങ്ങനെയാണ് നമുക്ക് പ്രശ്നമാവുന്നതെന്ന് നോക്കാം. രണ്ടാമത്തേത്, ഇൻപുട്ട് കോസ്റ്റ് കൂടുമ്പോൾ, അതായത് റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഏതൊക്കെ കമ്പനിക്ക് ആ ഇൻഫ്ലേഷണറി കോസ്റ്റ് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ തലയിൽ വെച്ച് കെട്ടാം, ആർക്കാണ് അത് പറ്റാത്തത്. അടുത്ത ആഴ്ച ഒരു ദിവസം ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അപ്പോൾ നമ്മുടെ മാർക്കറ്റ് അടച്ചിരിക്കുമായിരിക്കും. ഒന്നാമത്തെ പോയിന്റ്, അമേരിക്കയിൽ എന്താണ് മാറിയത്? ഇങ്ങനെ ആലോചിക്കാം. ഒരു ഫോറിൻ ഇൻവെസ്റ്റർ അമേരിക്കയുടെ ഗവൺമെൻറ് ബോണ്ടിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം 4.7% ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്, റിസ്ക് ഒന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അതിനേക്കാട്ടിൽ ഒരുപാട് കൂടുതൽ അവർക്ക് കിട്ടണം. കാരണം അവർ റിസ്ക് എടുക്കുന്നതിന് അവരതിൻ്റെ പ്രതിഫലവും ആഗ്രഹിക്കുമല്ലോ. മണി കൺട്രോളിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബാങ്ക് ഓഫ് അമേരിക്കയിലെ ഗ്ലോബൽ റിസർച്ച് ടീം അതിൻ്റെ ഒരു കണക്ക് നോക്കിയപ്പം ആ നമ്പർ 11.8% ആണ് കാണിക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് 11.8% എങ്കിലും എല്ലാ വർഷവും കിട്ടണം. അതായത് കമ്പനിയുടെ റിസൾട്ട്സ് നന്നായ മാത്രം പോരാ, നേരത്തെ സെറ്റ് ചെയ്ത ബാർ തന്നെ മേളിലോട്ടായി. ഒരു കാര്യം ഞാൻ ക്ലിയർ ആക്കാം. ഈ 11.8% എന്ന് പറഞ്ഞത് അത് കമ്പനിയുടെ ലാഭ വളർച്ചയല്ല, അത് റിട്ടേൺ ആണ്. ഷെയർ വില കയറണം, ഡിവിഡൻഡ് കിട്ടണം, അതും ഡോളർ ടേംസിലാണ്. ഇവിടെയാണ് ഒരു കാര്യം വരുന്നത്. അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവർ റുപ്പീസിലാണ് സമ്പാദിക്കുന്നത്, പക്ഷേ കണക്ക് പറയേണ്ടത് ഡോളറിലാണ്. അതുകൊണ്ട് രൂപ 3% താഴ്ന്നാൽ ആ 3% കൂടി ഈ ഷെയർ പ്രൈസ് തന്നെ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ബ്രേക്ക് ഈവൻ ആവാൻ. അതാണ് ആ ബാർ ഇത്ര ഉയരാൻ കാരണം. അപ്പോൾ ഇത് ആരെയാണ് ബാധിക്കുന്നത്? ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ടും വലിയ ലാർജ് ക്യാപ് കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻഡെക്സിൽ ഈ കമ്പനീസിൻ്റെ വെയിറ്റേജും വളരെ കൂടുതലാണ്. അവരാണ് ഈ ഭാരം താങ്ങേണ്ടത്, ഈ 11.8%ൻ്റെ ഭാരം. പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനും നമ്മുടെ SIP മണിക്കും ഈ പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലെ പൈസ അത് അമേരിക്കയുടെ ബോണ്ട് റേറ്റും റുപ്പിയുടെ ഡെപ്രിസിയേഷനും ഇതൊന്നും കണക്കാക്കാറില്ല. അവർക്ക് ഈ 11.8%ൻ്റെ ഭാരവുമില്ല. അതിൻ്റെ തെളിവാണ് ഈ ആഴ്ച തന്നെ കണ്ടത്. വലിയ ഇൻഡെക്സുകൾ താഴ്ന്നു, അതേ ആഴ്ച തന്നെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലുമായിരുന്നു. ഒരേ മാർക്കറ്റിൽ തന്നെ 2 രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സാണ്. ഈ ആഴ്ച ക്രൂഡ് ഓയിലിൻ്റെ വില 6% കയറിയത്, $92. കോസ്റ്റ് കൂടുമ്പോൾ എല്ലാ കമ്പനിക്കും ഒരേപോലെയല്ല. കമ്പനിക്ക് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ റോ മെറ്റീരിയൽ കമ്പനിയുടെ ഇൻപുട്ട് കോസ്റ്റിൻ്റെ ഒരു വലിയ ഭാഗമാണോ എന്ന്. രണ്ടാമത്തേത്, കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സിനും ഇതേ സെയിം കോസ്റ്റ് ഉണ്ടോ എന്ന്. മൂന്നാമത്തേത്, കമ്പനിക്ക് വില കൂട്ടാൻ പറ്റുമോ എന്ന്. ക്രൂഡ് ഓയിലിൻ്റെ വില പെയിൻറ് കമ്പനിയെയും ടയർ കമ്പനിയെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ആ 3 പോയിന്റ് വെച്ച് നോക്കിയാൽ, ഒന്നാമത്തെ പോയിന്റ്, പെയിൻറ് കമ്പനിയുടെയും ടയർ കമ്പനിയുടെയും റോ മെറ്റീരിയലിൻ്റെ വലിയ ഭാഗം ക്രൂഡ് ഓയിൽ തന്നെയാണ്. രണ്ടാമത്തേത്, പെയിൻറ് കമ്പനിയുടെയും ടയർ കമ്പനിയുടെയും കോമ്പറ്റീറ്റേഴ്സിന് അവർക്കും സെയിം കോസ്റ്റ് തന്നെ ഉണ്ട്. പെയിൻറ്റും ടയറും ഉണ്ടാക്കുന്ന എല്ലാവരും ഇതേ ക്രൂഡ് തന്നെ വാങ്ങണം. മൂന്നാമത്തേത്, അപ്പോൾ ഇനി വില കൂട്ടാൻ പറ്റുമോ? അതും പറ്റും. കാരണം എല്ലാവർക്കും ഒരേ കോസ്റ്റ് തന്നെ ആയതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു കൂട്ടും. ഇനി നമുക്കൊരു റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കാം. അതിൻ്റെ പേര് PMI എന്നാണ്. ഇതിൽ എല്ലാ മാസവും 100 കണക്ക് കമ്പനികളുടെ ഒരു സർവേ നടത്തും. അവരോട് ചോദിക്കും അവരുടെ ബിസിനസ് എങ്ങനെ ഉണ്ടെന്ന്. HSBCയും S&P ഗ്ലോബലുമാണ് ഈ സർവേ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ നമ്മൾ കണ്ടത് കമ്പനികൾ അവരുടെ ഹയർ ഇൻപുട്ട് കോസ്റ്റ് കസ്റ്റമറിൻ്റെ മേളിൽ ഇട്ട് തുടങ്ങിയെന്ന്. ഏപ്രിലിന് ശേഷം സെല്ലിംഗ് പ്രൈസ് ഇൻഫ്ലേഷൻ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന്. ഇനി നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കാരണം അഫക്റ്റഡ് ആവുന്ന രണ്ടാമത്തെ രീതിയിലുള്ള ഒരു കമ്പനി നോക്കാം, സ്റ്റീൽ കമ്പനി. സ്റ്റീൽ കമ്പനീസിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഇന്ത്യയിൽ മാത്രമല്ല ചൈനയിലും ഉണ്ട്. ചൈനയിൽ ഇപ്പോൾ അവരുടെ ഡൊമസ്റ്റിക് യൂസിനെക്കാട്ടിലും കൂടുതൽ സ്റ്റീലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അവരുടെ പ്രോപ്പർട്ടി മാർക്കറ്റ് കൊളാപ്സും ചെയ്തു. ഒരു റിപ്പോർട്ട് പ്രകാരം 2028 ആകുമ്പോഴത്തേക്ക് ചൈനയുടെ സർപ്ലസ് കപ്പാസിറ്റി ഏകദേശം 745 മില്യൺ ടൺസ് ആയിരിക്കും. ആ സ്റ്റീൽ അവർക്ക് എവിടെയെങ്കിലും വിൽക്കണ്ടേ? അപ്പോൾ അവർ വില കുറച്ച് വിൽക്കാൻ നോക്കും. അപ്പോൾ നമ്മളിവിടെ ക്രൂഡ് ഓയിൽ കാരണം അഫക്റ്റഡ് ആവുന്ന 2 രീതിയിലുള്ള കമ്പനികൾ കണ്ടു. ഇവിടെ പെയിൻറ്റ് കമ്പനികൾക്ക് അവരുടെ പ്രൈസ് കൂട്ടാൻ പറ്റും, പക്ഷേ സ്റ്റീൽ കമ്പനികൾക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം സ്റ്റീൽ കമ്പനിയുടെ പ്രൈസ് അതിൻ്റെ റോ മെറ്റീരിയൽ മാത്രമല്ല തീരുമാനിക്കുന്നത്, മാർക്കറ്റിൽ എത്ര സർപ്ലസ് സ്റ്റീൽ സപ്ലൈ നടക്കുന്നുണ്ട് അതും കൂടിയാണ്. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് കമ്പനീസിനെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇമ്പോർട്ട് ഡ്യൂട്ടി വെക്കാറുണ്ട്. നിലവിൽ സ്റ്റീൽ കമ്പനികൾക്ക് വേണ്ടി
ഇമ്പോർട്ട് ഡ്യൂട്ടി സെറ്റ് ചെയ്തേക്കുന്നത് 11.5% ആണ്. അത് ഏപ്രിൽ 2028 വരെ ഉണ്ട്. അപ്പം നമുക്കിവിടെ മനസ്സിലാവുന്നത് ഇൻപുട്ട് കോസ്റ്റ് എല്ലാ തരത്തിലുള്ള കമ്പനീസിനും ഒരേപോലെ തന്നെയാണ്. അത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് പാസ് ഓൺ ചെയ്യുന്നത്, അതിലാണ് വ്യത്യാസം. ചില സമയത്ത് ഇതൊന്നും തീരുമാനിക്കുന്നത് ബിസിനസ് പോലുമല്ല, ഇപ്പം ഗവൺമെന്റ് പോളിസീസ് ആണ്. ഇനി അവസാനമായി ആരും പറയാത്ത വേറെ ഒരു കാര്യം കൂടി പറയാം. ഇന്ത്യയുടെ വിക്സ് മാർക്കറ്റ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ എത്ര വലിയ ഇളക്കൻ പ്രതീക്ഷിക്കുന്നു എന്നതിൻ്റെ ഒരു മീറ്ററാണിത്. ഇതിനൊരു പതിവ് റേഞ്ച് ഉണ്ട്, മിക്കപ്പോഴും 11-20 ഇടയ്ക്ക്. ഈ ആഴ്ച അമേരിക്കയിലെ വിക്സ് ഉയർന്നു 15 പക്ഷേ ഇന്ത്യയിലെ വിക്സ് 11.2 താഴ്ന്നു. ഇത് സാധാരണയുള്ള റേഞ്ചിന്റെ ബോട്ടം സൈഡിൽ വരുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ ബോട്ടം നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മാർക്കറ്റ് നല്ലതോ മോശമോ എന്നൊന്നും പറയുന്നില്ല. ഇത് മാർക്കറ്റ് ശാന്തമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ ശാന്തതയുടെ കാരണമാണ് മൂന്നാമത്തെ പോയിന്റ്. അടുത്ത ആഴ്ച 2 തീയതി വരുന്നുണ്ട്. ഒന്നാമത്തേത് അടുത്ത വെള്ളിയാഴ്ച ഓഗസ്റ്റ് 28 അമേരിക്കയുടെ ഫെഡ് ചെയർമാൻ കെവിൻ വാർഷ് ജാക്സൺ ഹോളിൽ ആദ്യമായി സംസാരിക്കും. അത് നമ്മുടെ മാർക്കറ്റ് ആ ആഴ്ച ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കും. മാർക്കറ്റ് ഇപ്പോൾ വിചാരിക്കുന്നത് സെപ്റ്റംബറിൽ റേറ്റ് കൂടാനായിട്ട് 30% ചാൻസ് ഉണ്ടെന്നാണ്. പക്ഷേ വാർഷ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റേറ്റ് കൂട്ടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന്. ഉത്തരം ഓഗസ്റ്റ് 28 വരും. രണ്ടാമത്തേത് ഓഗസ്റ്റ് 7 അമേരിക്കയുടെ സെനറ്റ് ഒരു ബിൽ പാസ് ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ ക്രൂഡ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന 5 രാജ്യങ്ങൾക്ക് 100% വരെ ടാരിഫ് ചേർക്കാൻ അനുവദിക്കുന്ന ബില്ലാണത്. ആ 5-1 നമ്മളാണ്. അതിപ്പോഴും ഹൗസിൽ പാസ്സായിട്ടില്ല. സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച വരെയെങ്കിലും സമയമെടുക്കും. ഇതൊരു പ്രവചനമൊന്നും, 2 തീയതി 2 സാധ്യത, അത്രമാത്രം. നമുക്ക് ഈ വീഡിയോ ഒന്ന് സമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 3 പോയിന്റാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തേത് ഒരു ബാർ മുകളിലേക്ക് പോയി. ഫോറിൻ മണി ഇപ്പോൾ ചോദിക്കുന്നത് 11.8% റിട്ടേൺ ആണ്. നമ്മുടെ ഡൊമസ്റ്റിക് മണി അത് ആഗ്രഹിക്കാറില്ല. അതുകൊണ്ടാണ് ഒരേ ആഴ്ചയിൽ ലാർജ് ക്യാപ് ഇൻഡെക്സ് താഴത്തേക്കും സ്മോൾ ക്യാപ് ഇൻഡെക്സ് മുകളിലേക്കും പോയത്. രണ്ടാമത്തെ പോയിന്റ്, ഇൻപുട്ട് കോസ്റ്റ് എല്ലാവർക്കും സെയിം തന്നെയാണ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് മാറ്റാൻ പറ്റുമോ ഇല്ലയോ അതാണ് വ്യത്യാസം വരുത്തുന്നത്. പെയിന്റ് കമ്പനികൾക്ക് അത് ചെയ്യാൻ പറ്റും, പക്ഷേ സ്റ്റീൽ കമ്പനികൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തത് ശ്രദ്ധിക്കേണ്ട 2 തീയതികൾ, ഒന്ന് ഓഗസ്റ്റ് 28 രണ്ടാമത്തത് സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയിൽ US സെനറ്റിൽ ബില്ല് പാസ്സാകുമോ ഇല്ലയോ എന്ന്. 2 കാര്യം കൂടി ഈ ആഴ്ച നടന്നിരുന്നു. ഗോൾഡ് 5% കയറി. അതിന്റെ യഥാർത്ഥ കാരണം ന്യൂസിൽ പറയുന്നതൊന്നുമല്ല. രണ്ടാമത്തത് ലോകത്തിന്റെ ഏറ്റവും വലിയ ഷുഗർ പ്രൊഡ്യൂസിംഗ് കൺട്രി ഈ ആഴ്ച തൊട്ട് ഷുഗർ ഇമ്പോർട്ട് ചെയ്തത്. രണ്ടിന്റെയും പിന്നിൽ ഒരു നല്ല കഥയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീക്ക്.